ഫാദർ മരിക്കുന്നത് 2000-ലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ വീടിങ്ങനെ തീരെ പൂർത്തിയാകാതെ കിടക്കുന്നു. പുള്ളി എത്രയോ പേർക്ക് എത്രയോ ലക്ഷം രൂപ ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ഇലക്ഷൻ സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ കണ്ടിട്ടുള്ള. ഞങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഞാനും പുള്ളിയായിട്ടൊരു ഇങ്ങനെ നിൽക്കുന്നുമുണ്ട്. ഞാൻ ചോദിക്കാറുമില്ല, പുള്ളി തരാറുമില്ല. പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ അതും ബുദ്ധിമുട്ടിലാണ്. വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലേക്ക് കാശ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. വീട്ടിലെ കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭൂസ്വത്തുണ്ട്, പണ്ടോട്ടെ ഭൂസ്വത്തുണ്ട്. പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം മദർ സ്കൂൾ ടീച്ചറായിരുന്നു, അത് കഴിഞ്ഞ് ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ഭൂസ്വത്തുണ്ട്. പക്ഷെ മദർ കുറച്ച് സ്റ്റിഞ്ചി ആയിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യം പറയും. പിന്നെ അതുകൊണ്ട് ഞാൻ ഒരാളുടെ അടുത്ത് രണ്ടാമത് ഞാൻ ചോദിക്കുന്ന പരിപാടിയില്ല, കൈ നീട്ടുക എന്ന് പറയുന്നൊരു പരിപാടിയില്ല. ഇനി അതൊക്കെ ഒരു കഴിഞ്ഞു. അത് നമ്മളെ ഒന്ന് പദം വരുത്തി. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ നിന്ന് ഇരുന്നുകൊണ്ടാണോ ഗവൺമെന്റിലേക്ക്? അതെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡെപ്യൂട്ടി കളക്ടർ എക്സാമിനേഷൻ. ഞാൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ ജോയിൻ ചെയ്യുന്നത് 91-ലാണ്. 90-ലെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ബാക്കി കോൾ ഇന്ത്യയിലും ഗ്യാസ് അതോറിറ്റിയിലും ഒന്നും ഞാൻ പോയില്ല. കാരണം എന്ന് വെച്ചാൽ കോൾ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ തിരിച്ചറിയത്തില്ലേ. കരിവരണ്ട ജീവിതം എന്ന് പറയുന്നതാണ്. ഗ്യാസ് അതോറിറ്റി അവർ തന്നത് ബൊങ്കൈഗോൺ ആസാമിലെ ഒരു റിഫൈനറിയുടെ അടുത്ത ആണ് ഫസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഞാൻ എക്സ്റ്റൻഷൻ വാങ്ങിച്ചു. ആരോഗ്യം ഒന്ന് വീണ്ടെടുക്കണമെന്നൊക്കെ പറഞ്ഞ് എക്സ്റ്റൻഷൻ വാങ്ങിച്ചു. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നാമത് ബോംബെ പോയപ്പോൾ തന്നെ എനിക്കറിയാം നമ്മൾ തേർഡ് റേറ്റ് സിറ്റിസൺ ആണ് നമ്മുടെ കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരിടത്തും പോയി ഒരു സിറ്റിസൺഷിപ്പ് എടുക്കണമെന്ന് ഒന്നും തോന്നിയിട്ടില്ല, അവിടെ താമസിക്കണമെന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കാനായിട്ടാണെന്നുണ്ട് ജോലി ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് നേരത്തെ തൊട്ട് എനിക്കറിയാം. അപ്പം ഞാൻ ജോലി ചെയ്തെടുത്തിട്ട് ഞാൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ നിന്ന് ഞാൻ പിണങ്ങിയാണ് ഞാൻ ഇറങ്ങിയത്. കാര്യം എൻ്റെ ഒരു ബോസ് അവിടെ ഒരാൾ വളരെ മതിപ്പോടെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് നല്ലൊരു ഭയങ്കര പ്രൊഫഷണലിസം ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇപ്പൊ കേരളത്തിൽ അങ്ങനത്തെ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ പറ്റും അല്ലേ? കേരളത്തിൽ അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. കൊച്ചിൻ റിഫൈനറീസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്. കേരള സർക്കാരിന്റെ സ്ഥാപനം കണ്ടിട്ട് വേറെ സ്ഥാപനങ്ങളൊന്നും. കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പുസ്തകത്തിനകത്ത് പറഞ്ഞ പോലെ അത് അടുത്ത പുസ്തകം അതാണ്. കാട്ടിലത്തടി ദേവറാന എന്നുള്ളത് അത് വെട്ടിക്കാൻ വേണ്ടി ഒരു കൊള്ളസംഘം വന്ന് കൊള്ളയടിക്കുന്ന പോലെ ഒരു സംഘമുണ്ട്. ഹിന്ദുസ്ഥാൻ ലാറ്റക്സില് ഡോക്ടർ PVS നമ്പൂരിപ്പാട് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിലും എൻ്റെ അറിവില് അദ്ദേഹം പോകുമ്പോഴാണ് ഞങ്ങൾ വരുന്നത്. ഭയങ്കര ഒരു മാനേജ്മെന്റ് വിദഗ്ധനാണ്, എഞ്ചിനീയറാണ്, മാനേജ്മെന്റ് വിദഗ്ധനാണ്. അതിനുശേഷം അപ്പോളോയിലും ഒക്കെ അദ്ദേഹം പോവുകയും ചെയ്തു. അതിനുശേഷം വന്ന രാജ്മോഹൻ സാർ അതേപോലെ തന്നെ പ്രൊഫഷണലിസം കീപ്പപ്പ് ചെയ്തു. എനിക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ആ വർക്കേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം മിലിറ്റന്റ് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ 5 കൊല്ലം കൊണ്ട് കണ്ടു. കേരളത്തിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ട്രെയിനിങ് ഇല്ല. അവർക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് പോകുമ്പോഴാണ് നമ്മുടെ അജ്ഞത എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ വന്നു. അന്നേരം ഒരു ബോസ് ഉണ്ടായിരുന്നു, അതിൽ ഇച്ചിരി പ്രശ്നമായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ ഡെപ്യൂട്ടി കളക്ടർ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഈ ബോസിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ ഇന്ദ്രന്റെ കാര്യം പറഞ്ഞില്ല, ആരെങ്കിലും തപസ് ചെയ്താൽ പുള്ളി ഓവർടേക്ക് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഇദ്ദേഹത്തിനുണ്ട്. അപ്പം പുള്ളിയും കെമിക്കൽ എഞ്ചിനീയറാണ്, ഞാനും കെമിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ എൻ്റെ കല്യാണം 1994 നടന്നു. അന്നേരമൊക്കെ വളരെ ആർഭാടമായിട്ടാണ് കല്യാണം നടന്നത്. കായംകുളം മൊത്തം ഹിന്ദുസ്ഥാൻ HL-ലാണ്. അപ്പം കായംകുളത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടാണ് കല്യാണത്തിന് വിളിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കും. വരുന്നുണ്ടേ കരുണാകരൻ സാറാണ് താലി എടുത്തു തരുന്നത്, മുഖ്യമന്ത്രി കരുണാകരൻ സാർ. ഇതൊക്കെ കൂടെ കണ്ടു കഴിഞ്ഞപ്പം ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ കുറച്ചധികം ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ളൊരു അസൂയയും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് 1995 ഞാൻ ഡെപ്യൂട്ടി കളക്ടറായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഡെപ്യൂട്ടി കളക്ടറായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഈ പരീക്ഷകളും വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ ഇവർ പഠിക്കാൻ സമ്മതിക്കത്തില്ല. കാര്യം ഞാൻ അതിനിടയിൽ LLB എടുക്കാനായിട്ട് ശ്രമിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം, എനിക്ക് IAS പഠിച്ചത് കൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഡെപ്യൂട്ടി കളക്ടറായിട്ട് തന്നെ. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 5ാമത്തെ റാങ്കിനുള്ളിൽ ആണെങ്കിൽ മാത്രമേ ഞാൻ ജോയിൻ ചെയ്യത്തുള്ളൂ. ബിക്കോസ് ദെയർ ഈസ് അനദർ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു ഗെറ്റ് ഇൻ ടു IAS. അപ്പോൾ 5ാമത്തെ അല്ലാതെ 15ാമത്തെ റാങ്കിലൊന്നും ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ജോയിൻ ചെയ്യത്തില്ലെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഐ വാസ് ഷുവർ ദാറ്റ് ഐ വിൽ ഗെറ്റ് ഇൻ ടു ദ ഡെപ്യൂട്ടി കളക്ടർ എക്സാമിനേഷൻസ്. അങ്ങനെ ഞാൻ പോയി ലോ അക്കാഡമിയിൽ പോയി ചേർന്നു. എന്ന് വെച്ചാൽ
ഡെപ്യൂട്ടി കളക്ടർ ആണെങ്കിൽ 6 പേപ്പർ എഴുതണ്ട, പിന്നീട് എഴുതണ്ട. അപ്പം ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് അക്കാഡമി കിടക്കുന്നു, വൈകിട്ടാണെന്നുണ്ട് ജോലിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ ലോയും പിന്നെ തന്നെ പണ്ടോട്ട് ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് ലോയുടെ ആവശ്യം എനിക്കും അറിയാം. അപ്പം ഞാൻ ആവശ്യത്തിനേ പഠിക്കുന്നുള്ളൂ. ഞാൻ പല കുട്ടികളുടെ അടുത്തും പറയും, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ചായക്കടയിലെങ്കിലും പോയി നിന്നിട്ട് എന്താണ് ഫീൽഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക, അല്ല ചുമ്മാ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഹിന്ദുസ്ഥാൻ ഇലക്ട്രിക്സിൽ വർക്ക് ചെയ്ത സമയത്താണ് എനിക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വീക്കാണെന്ന് മനസ്സിലാക്കി ഞാൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എടുത്തത്, MBA എടുത്തത്, MBA ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എടുത്തത്. അപ്പോൾ ഈ ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷ വരുമ്പോഴത്തേക്ക് ഞാൻ പോയി നോക്കിയാൽ 6 പേപ്പർ എഴുതണ്ട, മൊത്തം 24 പേപ്പറോ 30 പേപ്പറോ കൊണ്ടേ ഉള്ളൂ. അപ്പോൾ 6 പേപ്പർ എഴുതണമെങ്കിൽ അന്ന് ഒരു ഡിഗ്രി എടുത്തേക്കാം. അപ്പം ഡിഗ്രി എടുക്കുന്നൊന്നും ഇവിടുത്തെ ഒരു പ്രശ്നമൊന്നുമല്ല. നമ്മുടെ ഈ വാഴക്കല പോലെ അല്ല, നമ്മൾ പഠിച്ചിട്ട് തന്നെ എടുത്തത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അപ്പം എൻ്റെ ഈ ബോസ് ഒരു തരത്തിലും എന്നെ കൊണ്ട് പരീക്ഷ എഴുതാൻ സമ്മതിക്കത്തില്ല. പരീക്ഷ എഴുതുന്നുണ്ട് പുള്ളി എന്നെ എവിടെയെങ്കിലും ടൂറോ അല്ലെങ്കിൽ ലീവ് എടുക്കാൻ പറ്റത്തില്ലെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പം അന്നേരം എനിക്ക് തോന്നി ഇനി ഞാൻ ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷ ഇവിടെ നിന്നുകൊണ്ട് എഴുതിയാൽ ശരിയാകില്ല. അപ്പം എൻ്റെ ഭാഗ്യത്തിന് നമ്മുടെ എക്സ്പ്ലോസീവ്സിൻ്റെ ഒരു വലിയ വിദഗ്ധനുണ്ട്, ഡോക്ടർ വേണുഗോപാൽ. ഞങ്ങൾ സ്കൂളിൽ തൊട്ട് പഠിച്ചതാണ്. അപ്പം ഞാൻ വേണുവിൻ്റെ അടുത്ത് പറഞ്ഞു, വേണു ഇങ്ങനെ വലിയ പ്രശ്നമാണെന്ന്. അപ്പോൾ വേണു എൻ്റെ അടുത്ത് പറഞ്ഞു, ഫാക്ടറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വേക്കൻസി, ഒരു ശരിക്കും വേണുവിൻ്റെ ആ ഒരു മെഗ്നാനിമിറ്റി എന്ന് പറഞ്ഞാൽ വേണുവിൻ്റെ ബോസാണ്, മനസ്സിലായില്ലേ? അന്നേരം പുള്ളി പറഞ്ഞു, നീഞ്ഞു വാ, എൻ്റെ ബോസായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീഞ്ഞു വാ, ഡെപ്യൂട്ടേഷൻ വന്നു. അങ്ങനെ ഞാൻ ഡെപ്യൂട്ടേഷന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 96 മന്ത്രിസഭ മാറുകയാണ്. അപ്പോൾ അത് അനിശ്ചിതത്വത്തിലായി. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ എനിക്ക് ഓർഡർ ഇഷ്യൂ ചെയ്തു, ഞാൻ ഡെപ്യൂട്ടേഷനിൽ വന്നു. അങ്ങനെ 3-3.5 കൊല്ലത്തോളം ഞാൻ ഡെപ്യൂട്ടേഷൻ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷ 95 ഞാൻ അപ്ലൈ ചെയ്ത ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. റവന്യൂവിലെ സ്റ്റാഫ് കേസ് കൊടുത്തു, ഇങ്ങനെ വേക്കൻസിയേ ഇല്ല. മുൻപ് എടുത്തിട്ടുള്ള ആരൊക്കെ അതിനകത്തുള്ളത്, നമ്മുടെ അജിത് കുമാർ, മോഹൻകുമാർ, നന്ദകുമാർ, അങ്ങനെയുള്ള അവരുടെ ബാച്ചിൽ തന്നെ എക്സസ് ആയിട്ട് 34 പേരെ 35 പേരെയും കൊണ്ട് എടുത്തു. അത് തന്നെ എക്സസ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് എൻ്റെ കേസ് ഇങ്ങനെ നീണ്ടുപോവാണ്. അപ്പം ഞാനിങ്ങനെ വന്നു പോയി, പരീക്ഷയും വരുന്നില്ല. തിരിച്ചു പോയാൽ ഹിന്ദുസ്ഥാൻ ഇലക്ട്രിക്സിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള സീനിയർ അസിസ്റ്റന്റ് പ്ലാൻ മാനേജറായിട്ട് ഞാൻ ജോയിൻ ചെയ്യണമെന്നുള്ളതാണ് അവിടുന്ന് റിലീവ് ചെയ്യുമ്പോഴത്തേക്ക്. അതും ശരിക്കും പറഞ്ഞാൽ ഞാൻ വെട്ടിലായി പോയതവരാണ്, എനിക്ക് ഇവിടുന്ന് പോകാൻ. അപ്പം ആ സാഹചര്യത്തിലാണ് ഞാൻ ആനന്ദബോസ് സാറിൻ്റെ ലേബർ സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു KM അമാനുള്ള എന്ന് പറഞ്ഞിട്ട് ഫാക്ടറീസ് ഡയറക്ടർ ഉണ്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മനുഷ്യൻ, നല്ല സാത്വികനായിട്ടുള്ള മനുഷ്യൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ബിജു, അപ്പോഴേ എനിക്കൊരു ലൊസോത്തോ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ഒരു ജോലി കിട്ടി, കോമൺവെൽത്ത് അല്ല, അത് ആ ലൊസോത്തോ അല്ല, വേറെ ഒരു ജോലി കിട്ടി. അപ്പം ഞാൻ അന്ന് വിചാരിച്ചു, ഇനി എന്തായാലും ഇത് വരുന്നില്ല, ഇത് ഇനിയും ഡെപ്യൂട്ടി കളക്ടർ ഡെപ്യൂട്ടേഷനിലാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ 96 വന്നിട്ട് ഒരു 97-98 ആയപ്പം അങ്ങ് വിട്ട് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകാം എന്നുള്ളൊരു ചിന്താഗതി ഇരിക്കുന്ന സമയത്താണ് അമാനുള്ള സാറിൻ്റെ താല്പര്യത്തോടു കൂടി നേരെ അപ്പം ഞാനും വേണുവൊക്കെ ആണെന്നുണ്ട്. അപ്പം വേണുവിന് ഇതിനിടെ UPSC ഇത് കിട്ടിയിട്ട് എക്സ്പ്ലോസീവ്സിലെ കൺട്രോളറായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതും എനിക്കൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ ആനന്ദബോസ് സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എന്നെ സാറൊന്ന് പറയണമെന്ന് അമാനുള്ള സാർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അതാണ് ഞാൻ പലയിടത്തും കോട്ട് ചെയ്തിട്ടുണ്ട്, യു ആർ ആൻ IAS സ്റ്റാഫ്, യു ഷുഡ് റിമെയിൻ ഹിയർ. നിങ്ങൾക്ക് ഡെപ്യൂട്ടി കളക്ടറായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ, ഈ കോട്ടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന്. അപ്പം സാറിനെ പോലെ ഒരാൾ പറയുമ്പോൾ അത് അദ്ദേഹം പഠിച്ചിട്ടായിരിക്കുമല്ലോ പറയുന്നത്. എന്നാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് ശ്രീ ശിവശങ്കറിനെ പറഞ്ഞു. അപ്പോൾ ഈ അമാനുള്ള സാറും ബാക്കിയുള്ളവരെല്ലാം താല്പര്യമെടുത്ത് എന്നെ കേരള സർവീസിൽ അബ്സോർവ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ഫാദർ 2000 ഫെബ്രുവരിയിൽ മരിക്കുന്നു. അതിനു മുമ്പ് എത്രയോ കാലമായിട്ട് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഭാഗ്യത്തിന് ഈ അബ്സോർപ്ഷൻ്റെ കാര്യങ്ങൾ ഫയലൊക്കെ പോകുന്നുണ്ട്, ഭയങ്കര ഭാരവെപ്പും വേലവെപ്പുമായിട്ട് ഇങ്ങനെ നിൽക്കുക. PSC പോവും, PSC റിജക്റ്റ് ചെയ്യും, ഫിനാൻസിൽ പോവും, ഫിനാൻസ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ പ്രൈവറ്റ് സെക്ടറിലേക്ക് ഞാൻ പോവുമായിരുന്നു. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ശമ്പളവും വലുതായിട്ടില്ല. ഹിന്ദുസ്ഥാൻ ഇലക്ട്രിക്സിൽ നിന്ന് വന്നിട്ടുള്ള ശമ്പളം ഏതാണ്ട് 8000 രൂപയാണെങ്കിൽ ഇവിടെ ഏതാണ്ട് 5000 രൂപയെ കിട്ടത്തുള്ളൂ. ഒത്തിരി അലവൻസ് ഹിന്ദുസ്ഥാൻ ഇലക്ട്രിക്സിൻ്റെ ഇത് തന്നില്ല, ഏജ് തന്നില്ല. 8500-900 രൂപ 9000 രൂപയും കണ്ടുണ്ടായിരുന്നതിനകത്ത് ഒത്തിരി കുറച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പോകാൻ നിൽക്കുന്നുണ്ട്. ഇവരും മുൻകൈ എടുത്തിട്ടാണ് എന്നെ റെഗുലറൈസ് ചെയ്യുന്നത്, എന്നെ ഇതിനകത്ത് അബ്സോർവ് ചെയ്യുന്നത്.
അത് അനന്തബോസ് സാർ എഴുതിയിട്ടുള്ള ഓർഡറിനകത്ത് തന്നെ ലാസ്റ്റ് സെന്റൻസ് ഇൻ ദ സർക്കംസ്റ്റൻസസ് ഗവൺമെന്റ് ഈസ് പ്ലീസ് ടു അബ്സോർവ് ശ്രീ ബിജു പ്രഭാകർ എന്നുള്ളത് അദ്ദേഹം കൈകൊണ്ട് അത് മാനുസ്ക്രിപ്റ്റ് ഞാൻ കണ്ടു. അദ്ദേഹം കൈകൊണ്ട് വിട്ടിട്ട് കൺസിഡറിങ് ഹിസ് എക്സെപ്ഷണലി എഫിഷ്യൻറ്റ് സർവീസസ്, അതെനിക്കൊന്ന് അവതാരിക്കാത്തത് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. കൺസിഡറിങ് ഹിസ് എക്സെപ്ഷണലി എഫിഷ്യൻറ്റ് സർവീസസ് ഗവൺമെന്റ് ഈസ് പ്ലീസ് ടു അബ്സോർവ് ഹിം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്നെ വലിയ പ്രതീക്ഷയോടുകൂടി ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അല്ലേ തന്നെ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് എല്ലാം ഈ വേറെ കഥ ആത്മകഥ എന്തെങ്കിലും എഴുതേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ അതിന്റെ ടൈറ്റിൽ തന്നെ ശത്രുക്കളെ നന്ദി എന്നാണ്. മൊത്തം ശത്രുക്കളാണ്. അപ്പൊ അവിടെ ഒരു ഡയറക്ടർ വന്നു, അയക്ക് എന്നെ കണ്ടെടുത്തിട്ടുള്ളതാണ് ഫാക്ടറീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞാൻ ഇയാളുമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പാര വെക്കുന്നതും ഈ കക്ഷി തന്നെ. അമാനുള്ള സാർ മാറി ഈ ഡയറക്ടറോടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ അബ്സോർഷൻ ഇങ്ങനെ നിൽക്കുന്നു. ഫാദർ 2000 ഫെബ്രുവരിയിൽ അബ്സോർഷൻ ഒന്നും ആയില്ല. അവസാനം 2000 നവംബറിലാണ് എന്നെ അബ്സോർവ് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് എൻ്റെ CR എഴുതി മോശമാക്കുക, അങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ മെമ്മോ തരിക, സസ്പെൻഡ് ചെയ്തില്ലെന്നുള്ള ഒഴിച്ച് ബാക്കി. അപ്പൊ അന്നേരമാണ് ശ്രീ ശിവശങ്കർ എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ അവിടെ ഫാബിനെറ്റ് എന്ന് പറഞ്ഞു, ഫാക്ടറീസ് ആൻഡ് പോലീസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഫാക്ടറീസ്, കാരണം ഇന്നത്തെ പോലെ ഓൺലൈൻ സിസ്റ്റം ഒന്നുമില്ല, ഇന്റർനെറ്റ് ഇല്ല, അവിടുന്ന് ഡയൽ ചെയ്ത് മോഡത്തിൽ കൊടുത്ത് ഇവിടെ ഒരു സെർവറിൽ കണക്ട് ചെയ്ത് അവിടുന്ന് ഫാക്ടറി ലൈസൻസ് റിന്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റം, ഫാബ്നെറ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടാക്കി. അത് IT ഡിപ്പാർട്ട്മെന്റ് 1998 രൂപീകരിച്ചത്. 1999 ഇത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ ശിവശങ്കർ എൻ്റെ അടുത്ത് പറഞ്ഞു, താനൊരു കാര്യം ചെയ്യും, അവിടെ ഇവന്മാരുമായിട്ടൊക്കെ അടിയുണ്ടായിരുന്നു, ഒന്നാമത് ഭയങ്കര അഴിമതിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, താൻ ഇങ്ങ് IT മിഷനിലോട്ട് വന്നു. അപ്പം ഞാനും ശിവശങ്കറും ശ്രീ ഷാജഹാൻ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഷാജഹാനും പിന്നെ ഒരു ഗിരീഷും, ഞങ്ങൾ 4 പേരുമായിരുന്നു IT ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുമ്പോൾ ഉള്ള മിഷൻ കോർഡിനേറ്റേഴ്സ്. അങ്ങനെ IT മിഷൻ ഇരിക്കുന്ന സമയത്താണ് എന്നെ ശരിക്കും റെഗുലറൈസ് ചെയ്യുന്നത്, ഫാക്ടറീസ് ഡിപ്പാർട്ട്മെന്റ് റെഗുലറൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് റിസൾട്ട് വരുന്നത് 2004 ഡെപ്യൂട്ടി കളക്ടർ ഈ 3ാമത്തെ റാങ്ക് വരുന്നത്. അപ്പൊ ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ട്. അല്ല, പുള്ളി ആദ്യത്തെ, അവരെല്ലാം ആദ്യത്തെ, ഞാൻ പറഞ്ഞില്ല 35 പേര് കയറിയിട്ടുള്ള ആ ബാച്ചിലുള്ളവരാണ് ഇവരെല്ലാവരും. അവർ രണ്ടുപേരും ഡെപ്യൂട്ടി കളക്ടറായി. അപ്പം IAS ഷാജഹാന് കിട്ടിയിട്ടില്ല, പക്ഷെ ശിവശങ്കറിന് കിട്ടി. അങ്ങനെ പുതിയ ഗവൺമെന്റ് 2001 വരുന്ന ആ പീരീഡിൽ ശ്രീ ശിവശങ്കറിന് phase 3 ട്രെയിനിങ്ങിനായിട്ട് മുസൂറിയിലേക്ക് പോയി. അവിടെ വേറൊരാൾ വന്നു, ഒരു കഥാപാത്രം. ശിവശങ്കറും താങ്കളും തമ്മിൽ ഒരു സാമ്യമുണ്ട്. അതായത് ശിവശങ്കർ SSLCക്ക് റാങ്ക് കിട്ടിയ ആളാണ്, താങ്കൾ റാങ്ക് കിട്ടിയില്ലെങ്കിലും ഏറെക്കുറെ തുല്യമായി മാർക്ക് കിട്ടിയ ആളാണ്. അപ്പോൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് IAS കിട്ടാൻ യോഗ്യതയുള്ളവരായിരുന്നു. പക്ഷെ നിങ്ങളുടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും തിരിച്ച് IASൽ വരുന്നു, രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ശിവശങ്കറിന് പിന്നെ അദ്ദേഹത്തിന്റെ ചില ദൗർഭാഗ്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ദോഷം വന്നു. താരതമ്യമുണ്ട് നിങ്ങൾ തമ്മിൽ. ഹി വാസ് മൈ സീനിയർ ഇൻ, എനിക്കറിയത്തില്ലായിരുന്നു, ഹി വാസ് മൈ സീനിയർ ഇൻ MMRH സ്കൂൾ. 2 കൊല്ലം സീനിയർ ആയിരുന്നു അദ്ദേഹം. അല്ല, ശിവശങ്കർ ആണെങ്കിലും ബിജു ആണെങ്കിലും ഞാൻ കാണുന്നൊരു പ്രത്യേകത, IAS ഡയറക്റ്റായിട്ട് കിട്ടിയവരെക്കാൾ ഏറെ നിങ്ങൾ ഡെപ്യൂട്ടി കളക്ടർമാരായിട്ട് വന്നിട്ട് IASൽ തിളങ്ങിയവരാണ്. വിവിധ വകുപ്പുകളിൽ നിങ്ങളുടെ കഴിവ് തെളിയിച്ചവരാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ആർക്കും. ശിവശങ്കറിന്റെ കഴിവിനെ കുറിച്ച് ആർക്കും സംശയമുണ്ടോ? ഇല്ല. ഇന്നുപോലെ താങ്കളും IAS ഡയറക്ടർ വന്നില്ലാതെ ഉണ്ട്, പക്ഷേ IASൽ ഡയറക്റ്റായിട്ട് വന്നവരെക്കാൾ ഏറെ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു കോയിൻസിഡൻസ്. അല്ല, അത് ശരിയാണ്. കാരണം വെച്ചാൽ ഈ IAS ഡയറക്ടർ വരുന്നതിന്റെ കുഴപ്പം എന്താണെന്നറിയോ? ഞാൻ ഒരു പക്ഷേ IASൽ ഡയറക്ടർ വന്നിരുന്നെങ്കിൽ ഈ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു. അഹങ്കാരം അല്ലാതെ തന്നെ ജന്മന ഉള്ളതാണ്. അപ്പൊ IAS കിട്ടിയാൽ ഡയറക്ടറൂടെ കിട്ടിയായിരുന്നുണ്ടെങ്കിൽ മിക്കവാറും ആരുടെയെങ്കിലും കത്തിപ്പിടിക്കുക ഏറെയാകുന്ന രീതിയിലുള്ള അഹങ്കാരം കാണിക്കും. ഇന്നത്തെ പല ചെറുപ്പക്കാരും അതാണ് വിഷമമുള്ളത്. ഇതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ അവരൊരു ലൈറ്റ് വെച്ചൊരു കാറ് വേണം, അവർക്കൊരു ഗൺമാൻ വേണം. പലരും ഫേസ്ബുക്കിലാണെന്നുണ്ട് എടുത്തിരുന്നതാണ്. ഞാനൊരു ഉദാഹരണം പറയാം, ഇതുമായിട്ട് ചെറിയ ഡീവിയേഷൻ പറയാം. ഞാൻ സെക്രട്ടേറിയറ്റിലെ പാസ് എടുത്ത് കയറിയിട്ടുണ്ട്. പല സെക്രട്ടറിമാരുടെയും മുന്നിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, ആനന്ദബോസ് സാറിനെ കമ്പ്യൂട്ടർ പഠിപ്പിച്ച് ഞാനാണ്. ഇയാളൊരു കമ്പ്യൂട്ടർ വിദഗ്ധനാണെന്നും പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു, താൻ എന്നെ പഠിപ്പിക്കുന്നു. അങ്ങനെ പല സെക്രട്ടറിമാരെ ഞാൻ പല സ്കിൽസും സഹായിച്ചിട്ടുണ്ട്. എക്സൽ പഠിപ്പിക്കുന്നു, ചിലർക്ക് എക്സൽ അറിയത്തില്ല, അന്നത്തെ രീതിയിലുള്ള ഡേറ്റ അനലിറ്റിക്സ് അറിയത്തില്ല. പിന്നെ ചിലർക്ക് ചില
എന്തിനാ ഡ്രൈവിംഗ് പോലും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു, പല ഉദ്യോഗസ്ഥർക്കും കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ കാണാനൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ IAS ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സെക്രട്ടറിയേറ്റ് ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ ബോസ് സാറിനെ കാണാൻ വരുവാണ്, അല്ലെങ്കിൽ KK വിജയകുമാർ സാറിനെ കാണാൻ, അല്ലെങ്കിൽ എലിയസ് ജോർജ് സാറിനെ കാണാൻ വരുവാണ്, ഉടനെ വിളിച്ചു ചോദിക്കും. അപ്പോൾ അതിനെ പോയി പാസ് എടുത്തുകൊണ്ട് വാന്ന് പറയും, പാസ് പോയി എടുത്തുകൊണ്ട് വരും. അങ്ങനെ കയറിയിട്ടുണ്ടാണ് ഞാൻ. IAS ഒക്കെ കിട്ടി കളക്ടറായിട്ട് വരുന്നു. അപ്പോൾ എൻ്റെ 2 ഗൺമാന്മാർ അവർ തന്നെ ഇപ്പോഴും കളക്ടർമാർ, നല്ല 2 കക്ഷികളാണ്, രതീഷും രാജീവും. അപ്പം ഞാൻ ആദ്യമായിട്ട് വന്ന് വണ്ടിയിൽ ഇറങ്ങി എൻ്റെ ഫയൽ എടുക്കാൻ പറഞ്ഞു. ഇയാളുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇയാളപ്പം എൻ്റെ CAയുടെ നിന്ന് ഫയൽ വാങ്ങിച്ചു വെച്ചിട്ട് ഫയൽ എടുക്കാൻ പറഞ്ഞു. അല്ല സാറേ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട രാജു, ഞാൻ ഫയൽ വേണ്ട, ഞാൻ നേരെ ഏൽപ്പിക്കോളാം. അല്ല സാറേ ഞാൻ കൂടെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ അങ്ങ് ഇൻസിസ്റ്റ് ചെയ്യുക, അയാൾക്ക് പേടി എന്തോ അയാളുടെ അടുത്തൊരു. അപ്പം അതിന് മുമ്പ് ഒരു ഗൺമാനെ ഞാൻ മാറ്റുകയും ചെയ്തു, വേറെ ഏതാണ്ട് ഒരു ഇഷ്യൂ ഇല്ല, മാറ്റുകയും ചെയ്തു. അപ്പം അയാൾക്ക് പേടി. അല്ല സാറേ ഞാൻ പറഞ്ഞു ഇതൊന്നുമില്ലാതെ ഞാൻ ഇതിനകത്ത് കയറിയിട്ടുള്ളതാണ്. അന്നേരവും ഇതിന് ഈ കളക്ടർ ആകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ DP ആയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഈ ഫയലും പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം താൻ എൻ്റെ കൂടെ വരും. ഈ കളക്ടർഷിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സെക്രട്ടറി ആയാലും എനിക്ക് ഗൺമാനില്ല. അന്നേരവും ഞാൻ ഫയൽ പിടിച്ചുകൊണ്ട് പോകണം. ഇപ്പം ഞാൻ തന്നെയും കൊണ്ട് ഇങ്ങനെ എഴുന്നള്ളിച്ചു പോയാൽ അവിടെ ഇരിക്കുന്നവർ എൻ്റെ പൂർവ്വകാല ചരിത്രം പറഞ്ഞ് ചിരിക്കും. ഇത് കഴിഞ്ഞിട്ട് താനില്ലാതെ ഞാൻ ഇതിനകത്ത് കയറുമ്പോൾ അന്നേരവും ചിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ എത്ര വലിയ ഫയലാണെങ്കിലും ഞാൻ തന്നെ മീറ്റിങ്ങിന് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ നോക്ക്, കളക്ടർമാർ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സബ് കളക്ടർമാർ പിള്ളേർ, ഞാൻ ക്യാബിനിൽ ഇരിക്കുന്നുണ്ട് പലപ്പോഴും കണ്ടു ഒരു ഗൺമാനുമായിട്ട് പിടിച്ചുകൊണ്ട് പോവാം. ഇത് അധികാരം കാണിക്കുക എന്നുള്ളത് ഒരു വലിയ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ ഒരു കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകുമെന്ന് പറഞ്ഞു. അവസാനം 10 രൂപ ഇല്ലാതെ മരിക്കുന്നതും കണ്ടു. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഈ കിരീടമൊന്നും ഒരു കാര്യമില്ല. ഇന്നിപ്പോ ഞാൻ ഈ ഗവൺമെന്റ് ചേരുന്നില്ല, ഗവൺമെന്റ് ജോലി ആ കാണാൻ കഴിയും, ഗവൺമെന്റ് ചേരുന്നേ ഇല്ല. അത് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്നെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 കൊല്ലം കിട്ടും. ഒക്കെങ്കിൽ 2 കൊല്ലം കൂടി ഇരുന്ന് 4 കൊല്ലം അവിടെ ഇരിക്കണം, ഭഗവാനെ ഭജിക്കണം എന്നുള്ള. അല്ലാതെ ഞാൻ ഗവൺമെന്റിൽ ഒരു പോസ്റ്റ് പോലും എടുക്കുന്നില്ലെന്ന് 1-2 മന്ത്രിമാർ ചോദിച്ചു. ഓഫർ വന്നാലും ഓഫർ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. എന്തിനാ കായംകുളത്ത് ഇപ്പൊ MLA ആയിട്ട് നിന്നിരുന്ന ഞാൻ മന്ത്രിയല്ലേ. ലിജുവിന്റെ അടുത്ത് ഞാൻ 6 മാസം മുമ്പ് പറഞ്ഞു, ലിജു KPCC പറയണം ഞാൻ നിൽക്കത്തില്ല, പകരം ക്യാൻഡിഡേറ്റിനെ നോക്കണം, ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ് ലാസ്റ്റിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ലിജുവിൻ്റെ അടുത്ത് പറഞ്ഞു. ഹരിത ബാബു എൻ്റെ അച്ഛൻ്റെ ഇത് എല്ലാ അവർ 26ാമത്തെ കൊല്ലവും ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഫെബ്രുവരി 14-ന് വരുന്നുണ്ട്. അപ്പോൾ ഹരിത ബാബു വന്നിട്ട് എൻ്റെ പറഞ്ഞു, ഞാൻ മോളെ നീ നിൽക്ക്, ഞാൻ വന്ന് ക്യാമ്പയിൻ ചെയ്തോളാം കേട്ടോ, ഞാൻ നിൽക്കത്തില്ല, നീ ഞാൻ പേടിക്കൊന്നും വേണ്ട എന്ന് തമാശയായിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയും ചെയ്തു. അപ്പൊ കായംകുളത്ത് ഇപ്പം ഞാൻ നിൽക്കുകയും എനിക്കറിയത്തില്ല UDFന്റെ ഒരു വേവ് വരിക എന്നുള്ള മനസ്സിലാക്കാൻ ഇത്രയും സർവീസിൽ വേണം. പിന്നെ ഇപ്പോഴത്തെ കമ്മ്യൂണൽ ഇക്വേഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരു മന്ത്രിയാകാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അതിനുവേണ്ടി അത്യാവശ്യം പിടിച്ചാൽ നിൽക്കുമെന്നുള്ളതും. കാരണം എന്ന് വെച്ചാൽ വേറെ ആരുമല്ലല്ലോ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പോലുള്ള ആൾക്കാരല്ലേ എൻ്റെ അടുത്ത് നിൽക്കെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതും വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് ഞാൻ. പ്രലോഭനം ഒന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ മനസ്സമാധാനം ഒരു മനുഷ്യന് ജീവിതത്തിൽ ആവശ്യമുള്ളത് മനസ്സമാധാനമാണ്. അപ്പൊ ഈ സർവീസിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ സർവീസ് വർക്കിലോട്ട് വരാം. ഇതിന് ശേഷം ഞാൻ 2025 ഏപ്രിൽ 30-ന് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ശൂന്യത. കാരണം വെച്ചാൽ ഇതുവരെ ആണെന്നുണ്ടെങ്കിൽ 4 ബെഞ്ച് ഡിപ്പാർട്ട്മെന്റ്, ട്രാൻസ്പോർട്ട് സെക്രട്ടറിയായിട്ട് 4 കൊല്ലം, ഗുരുവായൂർ കമ്മീഷണർ, കൂടൽമാണിക്യത്തിന്റെ കമ്മീഷണർ, ഏതാണ്ട് 6-7 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ, KSEB ചെയർമാൻ. അതിനകത്ത് തന്നെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ 1-2 ചെറിയ കമ്പനികളുടെ ചെയർമാൻ. KSRTC അല്ല, KSRTC അതിന് മുമ്പ് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന എന്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ 7-8-10 പോർട്ട്ഫോളിയോ. ഇത്രയും പോർട്ട്ഫോളിയോയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു റിട്ടയർമെന്റ്. അപ്പൊ അങ്ങനെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ശൂന്യതയാണ്. കാരണം വെച്ചാൽ നാളെ തൊട്ടൊന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ ആദ്യം 2-3 ദിവസം കിട്ടുന്ന എൻ്റെ വലിയൊരു ഫേവറേറ്റ് ഹോബിയാണ് ഉറങ്ങുക എന്നുള്ളത്. അപ്പം 2-3 ദിവസം ഉറങ്ങിയൊക്കെ കിടന്നിട്ട് രസിച്ചു. പിന്നെ കുറച്ച് നെറ്റ്ഫ്ലിക്സിൽ കുറച്ച് ഉണ്ടായിരുന്നു, പെൻഡിങ് ആയിട്ട് കാണാൻ പറ്റാതിരുന്നു, അതെല്ലാം കണ്ടു തീർത്തു. കുറച്ച് പുസ്തകം വായിക്കാനുള്ളത് അത് വായിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ശൂന്യതയായി. ഞാൻ ഏപ്രിൽ 30 റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ ഉടൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സാംബിയയിലുണ്ട്. അപ്പം ഞാൻ സാംബിയ ബോട്സ്വാന സഫാരിക്ക് ബുക്ക് ചെയ്തു. ജൂൺ 12-ാം തീയതി ഞാൻ ഒറ്റയ്ക്ക് 16 ദിവസം ആഫ്രിക്കയിൽ പോയി.
3 സഫാരി പോയി. ഇന്നും എൻ്റെ പടം എടുത്തത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കഴിഞ്ഞ് 10-11 കൊല്ലമായിട്ടുണ്ട്. ഒരു 10-12 ലക്ഷം രൂപയുടെ ക്യാമറ ഉണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും ലോണിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു HDFC ഒരു സ്കീം അനുസരിച്ച് ഇങ്ങനെ സാധനം. അപ്പോൾ പ്രൊഫഷണൽ ക്യാമറ ഉള്ളതാണ്, പണ്ടേ ഉള്ള ഒരു ഹോബിയാണ്. ഈ 16 ദിവസം എൻ്റെ ജീവിതം പിന്നെയും മാറ്റി. കാരണം ജീവിതം ഇത്രയും സുന്ദരമാണെന്നും ടെൻഷൻ ഇല്ലാതെ 16 ദിവസം മൃഗങ്ങളുടെ ഇടയിലും കാട്ടിനകത്തും ഒക്കെ പോയി നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതോടുകൂടി തീരുമാനിച്ച് ഇനി ഗവൺമെന്റിലേക്ക് ഒരു കാരണവശാലും. അത് കഴിഞ്ഞിട്ടുടൻ തന്നെ അതിൻ്റെ അടുത്ത മാസം ചൈനയിൽ പോയി 12 ദിവസം ഗ്രേറ്റ് വാളും ബാക്കിയുള്ള എല്ലാം കണ്ടു. അതിനുശേഷം ബഹ്റിൻ ദോഹയിലൊക്കെ പോയി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മാനസിനും ആസാമിലെ മാനസ് ഭൂട്ടാനിൽ പോയി. ഈ ഒരു കൊല്ലം കൊണ്ട് ഇപ്പം എനിക്ക് ഇലക്ഷനൊക്കെ കൂടെ വന്ന് ലിജുവിന് വേണ്ടിയൊക്കെ ക്യാമ്പയിൻ ചെയ്യേണ്ടതും ഇങ്ങനെയുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോൾ അടുത്ത ഈ കൊല്ലത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്റാർട്ടിക്കയിൽ പോകാൻ കിടക്കുന്നു. ഏറ്റവും വലിയ തമാശ എന്നറിയോ, ഇപ്പൊ താങ്കൾക്ക് ആഗ്രഹമില്ല, ഇപ്പോഴും ചുറ്റും നിന്ന ആൾക്കാർ താങ്കളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കേ, എന്താ ബിജു ഈ സർക്കാർ വന്നിട്ട് താങ്കൾ KSU പ്രവർത്തകനായിരുന്നു, താങ്കൾ വളരെ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനായിരുന്നു, താങ്കളെ സർക്കാർ വന്നിട്ട് താങ്കൾ ഒരു പദവി എടുക്കാതെ ഇരിക്കുന്നു, ഇതുപോലെ മണ്ടത്തരം വരെ ഉണ്ടോ എന്ന് ചോദിക്കില്ലേ? എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ പാടല്ല. അല്ല, അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ അടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എന്തുകൊണ്ട് അപ്ലൈ ചെയ്തെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റിലോട്ട് വരുന്നില്ല. ശരി, ഗവൺമെന്റിലോട്ട് വരുന്നില്ല എന്ന് ആരൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് കിട്ടുവാണെങ്കിൽ അങ്ങനെ പോകും. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പം പ്രറ്റി ബിസിയാണ്. കാരണം എന്ന് വെച്ചാൽ 2 സ്റ്റാർട്ടപ്പിൻ്റെ ചെയർമാനാണ്, 2-3 കമ്പനികളെ ഞാൻ മെൻറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ ആം ഗെറ്റിംഗ് മോർ ദാൻ വാട്ട് ഐ വാസ് ഗെറ്റിംഗ് ഇൻ ദ ഗവൺമെന്റ്. അത് പോരാന്നുള്ളതാണ്. അധികാരം എന്ന് പറയുന്ന സാധനം, അധികാരം എന്നൊക്കെ പറഞ്ഞ് നൈമിഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് അധികാരം? എന്താണ് ഈ അധികാരം എന്ന് പറയുന്നത്? നമുക്ക് കുറെ കാലം അതിലിരുന്ന് കഴിയുമ്പോൾ അധികാരം, അതാണ് രാഷ്ട്രീയക്കാരുടെ പ്രശ്നം. എന്നും മന്ത്രി ആയിരിക്കണം, എന്നും MLA ആയിരിക്കണം, എന്നും അധികാരത്തിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ അവര് പലതിനും കോംപ്രമൈസ് ചെയ്യുന്നത്. അതെനിക്കറിയത്തില്ല. അധികാരം കിട്ടുക, പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതാണെന്നുണ്ട് എൻ്റെ ഒരു പ്രയോറിറ്റി അല്ലായിരുന്നു. എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം എനിക്കൊരു കൊച്ചുമകനുണ്ട്, അവനുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് ഈ ഗവൺമെന്റ് പോകാതിരിക്കാൻ ഒരു കാരണം. ശരി, എൻ്റെ മക്കളുടെ അല്ല, അതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ആളുകളുടെ ചോയ്സ് ആണല്ലോ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. താങ്കള് ഇപ്പം എപ്പോഴും സിസ്റ്റം സർക്കാരിന് ഞാൻ മറ്റൊന്ന് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ റെഗുലറൈസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം 2004 അപ്പം ശിവശങ്കറും ഞാനും ഞങ്ങളെല്ലാവരും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വേറൊരു കഥാപാത്രം അവിടെ വന്നു. അയാൾ വന്ന് എൻ്റെ കുറച്ചധികം പ്രോജക്റ്റുകൾ സബോട്ടേജ് ചെയ്തു അയാൾ. അപ്പം 2001 ശ്രീ കുഞ്ഞാലി കുട്ടി IT മിനിസ്റ്ററായിട്ട് വന്നു, ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വന്നു. ഞാൻ എത്രയോ പ്രോജക്റ്റുകൾ ഉണ്ടെന്നുണ്ട് വിച്ചുട. ഇതാണെന്ന് ഒറ്റ കാര്യം പറയാം, സെക്രട്ടറിയേറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഓഫീസർ എവിടെ നിന്ന് ഇരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഒരു കിയോസ്ക് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ സെക്രട്ടറി എഡ്യൂക്കേഷൻ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. ഇപ്പൊ ജോൺ ജോൺ മുണ്ടക്കൈ എന്നാണ് അഡീഷണൽ സെക്രട്ടറി. അന്ന് ജോൺ മുണ്ടക്കൈ ഇവിടെ ഇരിക്കുന്നതെന്ന് കിയോസ്ക് വെച്ച്, ഇത് ഞാൻ 2001 കൊടുത്ത പ്രോജക്റ്റ് ഇന്നുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ല ഈ കഥാപാത്രം സബോട്ടാഷ് ചെയ്യും. അപ്പോൾ സബോട്ടാഷ് ചെയ്യാനെ പറ്റി ചോദിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഷാജാൻ സാറിന് വിളിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ്. ഷാജാൻ സാറേ, എനിക്ക് ഇയാളുടെ അടുത്ത് ചോദിച്ചു. ഷാജാന്റെ അടുത്ത് പറഞ്ഞു, ഷാജാൻ സാറേ, എനിക്ക് ഇയാളുടെ അടുത്ത് ചോദിച്ചാലേ പറ്റത്തുള്ളൂ. ഇയാൾ എന്തിനാണ് എൻ്റെ അടുത്ത് സബോട്ടേജ് ചെയ്ത്? ഇത് പറഞ്ഞതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷതാ റോയിയാണ്. ഷീ വാസ് ദ അഡീഷണൽ ഡയറക്ടർ. എൻ്റെ പ്രായമാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒരു ടീമാണ്. പറഞ്ഞ് നിങ്ങളുടെ പ്രോജക്റ്റ് എല്ലാം അരുണാസുന്ദർ രാജൻ്റെ അടുത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഷെൽഫ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇയാളുടെ അടുത്തൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഷാജാൻ സാറും പിന്നെ വേറൊരു കിരൺ എന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട്. ഞങ്ങൾ 3 പേരോട് ചോദിച്ചാൽ ഇയാൾ എന്നെ കുറച്ച് പഠിപ്പിക്കാൻ വന്നു. ഇയാളെ കോളം ഒരടി കൊടുക്കാനായിട്ട് തുടങ്ങി. ശരി, IT മിഷൻ്റെ അകത്ത് വെച്ച്. അപ്പോൾ ഷാജാൻ സാർ എല്ലാം കൂടെ പിടിച്ചു മാറ്റി. അപ്പൊ ഈ ഗവൺമെന്റ് 2001 ഗവൺമെന്റിന് എന്നെ സസ്പെൻഡ് ചെയ്യാനും വയ്യ, AKNB അല്ലേ, അവിടെ നിർത്താനും വയ്യ. കുഞ്ഞാലിക്കുട്ടിയെല്ലാം അദ്ദേഹമൊക്കെ ആണെന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാറൊക്കെ ആണെന്നുണ്ട് എതിരുമായി. അങ്ങനെ ശിവശങ്കർ ഒരു കോംപ്രമൈസ് ഫോർമുല പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് IT മിഷൻ കോർഡിനേറ്റർ. അപ്പോഴത്തേക്ക് എനിക്കിവിടെ റെഗുലറൈസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ സേഫറുമായി. അങ്ങനെയാണ് IT അറ്റ് സ്കൂൾ പ്രോജക്റ്റിലേക്ക്
അതിൻ്റെ ആദ്യം കൺസൾട്ടൻ്റ് ആയിട്ടും പിന്നെ അതിൻ്റെ ഡയറക്ടറായിട്ടും പോകുന്നത്. പൂജപ്പുര ഓഫീസ് പൂജപ്പുര അവിടെയാണ് ഞാൻ താങ്കളെ ആദ്യമായിട്ട് കാണുന്നത്. ആൻഡ് ദാറ്റ് ഹാസ് ആക്ച്വലി ട്രാൻസ്ഫോംഡ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ ഒരു ബാത്റൂമിനകത്താണ്. ഒരു ബാത്റൂമിൻ്റെ ഒരു സൈഡിലുള്ള ആൻറ്റി റൂമിനകത്താണ് SIT എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിനകത്ത് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞാൻ അതിനകത്തൊക്കെ എന്നെ ലാസ്റ്റ് റിട്ടയർ ചെയ്യുന്നുണ്ട് പറഞ്ഞ് PJ തോമസ് സാർ എന്ന ആ ഒരു ഗ്രേറ്റ് മനുഷ്യനെയും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെപ്യൂട്ടി കളക്ടറായിട്ട് അപ്പം ഞാൻ ഈ ITH സ്കൂളിൽ വന്നു. അത് ഭയങ്കര വിജയമായി. അപ്പം ഇതിനകത്ത് ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്ന സ്പാനിഷ് കഥാപാത്രം. പുള്ളിക്ക് എപ്പോഴും ആരെങ്കിലും ഒരു ശത്രു വേണം, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യമില്ല, ശത്രുവേ അല്ല. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഈ വിൻമില്ലും അതുപോലുള്ള സാധനങ്ങളും ഒക്കെയാണ്. അപ്പൊ എന്നെ കണ്ടുകൊണ്ട് പുള്ളി ഞാൻ അവനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തു. പുള്ളി ഇദ്ദേഹം കൊണ്ടുവന്ന് ഈ IT സോഫ്റ്റ് എക്സാം എന്ന് പറഞ്ഞ്, ഓർമ്മയില്ലേ? സോഫ്റ്റ് എക്സാം എന്ന് പറയുന്ന പരീക്ഷ ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് IT എക്സാമിനേഷൻ നടത്തുന്നതിന് എതിരായിട്ട് ഇദ്ദേഹം കേസ് കൊടുത്തു. പലരെ കൊണ്ടും കേസ് കൊടുപ്പിച്ചു. അങ്ങനെ ഞാൻ ഹൈക്കോടതിയിൽ പോയി നിൽക്കുമ്പം PJ തോമസ് സാർ അവിടെ പാമ്പലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പോൾ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണും മിക്കവാറും ഉള്ള ദിവസങ്ങളുണ്ട്. അപ്പൊ എനിക്കൊന്ന് കണ്ടിന്യൂസ് വിചാരണയായിരുന്നു മിക്കവാറും ഉള്ള ദിവസങ്ങൾ. അന്നേരം CEO ആണെന്ന് തോന്നുന്നു, ചീഫ് ഇലക്ടറൽ ഓഫീസർ. സർക്കാരിന് വിളിച്ചത് 10 കൊല്ലത്തോളം അദ്ദേഹം ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് ഇരിക്കുകയും ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ വരുന്നുണ്ട്. അപ്പോഴും ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഈ IT സ്കൂൾ, എന്താ സ്കൂളിന്റെ പ്രിൻസിപ്പൽ വല്ലോ? ഞാൻ പറഞ്ഞു അല്ല സാറേ. അപ്പൊ അങ്ങനെ പുള്ളി പറ്റിയൊരു തമാശക്കാരനും ഒരു സാധു വെറുതെയുമാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് ഒരു ദിവസം ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ചാർജ് എടുക്കുകയാണ്. CEO ചാർജും ഉണ്ട്. അപ്പം നാനാത്ത് സോപ്പി വിദ്യാഭ്യാസ മന്ത്രി മാറി, ET മുഹമ്മദ് ബഷീർ. അപ്പൊ ഇദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ എന്നെ അന്നേരം അറിയത്ത് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ട് മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. താനാണോ ബിജു പ്രഭാകരൻ? അത് നിങ്ങളാണോ ബിജു പ്രഭാകരൻ? പറഞ്ഞാതെ നിങ്ങളൊന്ന് കാണണമല്ലോ. എന്താ ഈ മന്ത്രി ഈ എജുസാറ്റ് എന്ന് എപ്പോഴും പറയുന്നത്? അതുകൊണ്ട് എന്നെ വന്ന് താനൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. വൈകിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. അങ്ങനെ ഞങ്ങള് എജുസാറ്റ് അങ്ങ് സക്സസ്ഫുൾ ആയിട്ട് 2005 APJ അബ്ദുൽ കലാം വന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതോടുകൂടിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും മനസ്സിലായി നമുക്ക് ഇച്ചിരി കഴിവൊക്കെ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞു. താൻ എന്തായിരുന്നു ഒരു IAS എഴുതാൻ? ഞാൻ പറഞ്ഞു ഇതാണ് സാർ പറ്റിപ്പോയത്, പട്ടിണി കിടന്നുകൊണ്ട് എഴുതാൻ പ്രയാസമായിരുന്നു. ഡെപ്യൂട്ടി കളക്ടറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്, 3ാമത്തെ റാങ്ക്. പക്ഷേ മനസ്സിലാക്കണം, 2004 ഡിസംബറിൽ എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടും വക്കം പുരുഷോത്തമൻ ധനാരി വകുപ്പ് മന്ത്രി അങ്ങനെയുള്ള ഫാദറിൻ്റെ അടുത്ത ആര്യയുടെ മുഹമ്മദും ഒക്കെ ഉള്ള സമയത്തും എനിക്ക് പോസ്റ്റിംഗ് വന്നിട്ടില്ല. 1.5 കൊല്ലം താമസിച്ചിട്ടാണ് അത് ഇടപെട്ടത് PT തോമസ് എന്ന് പറയുന്ന ഒരാളാണ്. PT തോമസ് KPCC പറഞ്ഞു, ഈ തച്ചടിയുടെ കയ്യിൽ നിന്ന് പൈസയെ ഒരു പേനയെങ്കിലും വാങ്ങിക്കാത്ത ഒരാളെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എന്നിട്ട് അയാളുടെ മകന് 3ാമത്തെ റാങ്ക് വാങ്ങിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തില്ല? അപ്പൊ എത്രയോ പോസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ പലരെയും കണ്ടു, അതൊക്കെ പറഞ്ഞ അവർക്ക് മോശമാണ്. അപ്പൊ അവരൊക്കെ പോയി കണ്ടൊക്കെ പറഞ്ഞിട്ട് പലർക്കും പറഞ്ഞു എന്തിന് മുഖ്യമന്ത്രി അല്ല ഉമ്മൻചാണ്ടി എന്തിന് ക്ലിഫ് ഹൗസിൽ പോയി വക്കം പുരുഷോത്തനെ 2 പ്രാവശ്യം കണ്ടു, ധനാര്യമന്ത്രി. അത് കഴിഞ്ഞിട്ട് PT തോമസ് KPCC എക്സിക്യൂട്ടീവിലോ മറ്റോ ഈ വിഷയം റേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൂടെ എന്നെ ഉമ്മൻചാണ്ടിയുടെ ചേംബറിലേക്ക് വിളിപ്പിച്ചു. അപ്പം PT എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ പറഞ്ഞു ഇല്ല PT, ഞാൻ കോടതി കേസ് പറഞ്ഞില്ല, എനിക്ക് ഇവരുടെ ഒന്നും ചിലവിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവസാനം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരവും വക്കം ഉടക്കി. അന്നേരം എന്താ പ്രശ്നം? തച്ചരി പ്രഭാകരന്റെ മകൻ IAS വരുന്നത് പലർക്കും വക്കത്തിന് മാത്രമല്ല പലർക്കും അങ്ങനെ അവരുടെയൊക്കെ മക്കളൊക്കെ മന്ത്രിപുത്രന്മാരായിട്ട് കഴിക്കുമ്പോൾ ഞാനൊരു IAS ഒക്കെ വരുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലർക്കും ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും ഈ ഉമ്മൻചാണ്ടിയുടെ കുശാഗ്ര ബുദ്ധി കണ്ടത് അന്നാണ്.